നമസ്കാരം. കറണ്ട് അഫയേഴ്സ് സീരീസിൽ ഇന്നത്തെ ക്ലാസ്സിൽ 2025 ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2025 ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണുക. അതിൻ്റെ ലിങ്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാവുക. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമുക്ക് 2025 ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സിലോട്ട് വരാം. ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങാം. 2023-24 സ്വരാജ് ട്രോഫി പുരസ്കാരം. എന്താണ് സ്വരാജ് ട്രോഫി പുരസ്കാരം? അവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ സ്വരാജ് ട്രോഫി പുരസ്കാരം ഏത് മേഖലയിൽ നൽകുന്ന പുരസ്കാരമാണ്? സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരമാണ്. ഏത് മേഖലയിൽ നൽകുന്ന പുരസ്കാരമാണ്? ഏറ്റവും മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ഏത്? സ്വരാജ് ട്രോഫി പുരസ്കാരം, അല്ലെ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇന്ന് 1200ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. 1200ഓളം എന്ന് പറയേണ്ട, 1200, കൃത്യമായിട്ട് 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. അതായത് ജില്ലാ പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷൻ, ഇവയെല്ലാം കൂടെ കൂട്ടിയാൽ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. അതിൽ നമുക്കറിയാം 14 ജില്ലാ പഞ്ചായത്തുകൾ, അല്ലെ? ജില്ലാ പഞ്ചായത്തുകൾ എത്രയാണ്? 14 ജില്ലാ പഞ്ചായത്തുകൾ. 152 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, അല്ലെ? 941 ഗ്രാമപഞ്ചായത്തുകൾ, 87 മുനിസിപ്പാലിറ്റികൾ, 6 കോർപ്പറേഷനുകൾ. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 1200. അപ്പൊ ഇങ്ങനെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിന് സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി പുരസ്കാരം, അല്ലെ? അപ്പൊ ഈ പുരസ്കാരം ആർക്കൊക്കെ നൽകും? ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിന്, ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിന്, ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിന്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും മികച്ച മുനിസിപ്പാലിറ്റിക്ക്, കോർപ്പറേഷന്, അല്ലെ? അപ്പൊ 2023-24 സ്വരാജ് ട്രോഫി പുരസ്കാരം എന്ന് പറയുമ്പോൾ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയത് ഏത് ജില്ലാ പഞ്ചായത്താണെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലാ പഞ്ചായത്താണ്. 2023-24 സ്വരാജ് ട്രോഫി പുരസ്കാരം ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്ത്, അല്ലെ? ഇനി താഴോട്ട് വരുമ്പോഴോ ബ്ലോക്ക് പഞ്ചായത്ത്, ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിനാണ് ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം 2023-24 ലഭിച്ചത്. പെരുമ്പടപ്പ് മലപ്പുറം ജില്ലയിലാണ്. പെരുമ്പടപ്പ് മലപ്പുറം ജില്ലയിലാണ്. ഇനി താഴോട്ട് വരുമ്പോഴോ ഗ്രാമപഞ്ചായത്ത്, ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം അത് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തിനാണ്. വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഇനി അത് കഴിഞ്ഞിട്ട് മുനിസിപ്പാലിറ്റി ഉണ്ട്, അല്ലെ? ഏറ്റവും മികച്ച മുനിസിപ്പാലിറ്റിക്കുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം അത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്കാണ്. തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്കാണ് ഏറ്റവും മികച്ച മുനിസിപ്പാലിറ്റിക്കുള്ള പുരസ്കാരം, സ്വരാജ് ട്രോഫി പുരസ്കാരം ലഭിച്ചത്. ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും മികച്ച കോർപ്പറേഷനുള്ള പുരസ്കാരമോ? ഏറ്റവും മികച്ച കോർപ്പറേഷനുള്ള പുരസ്കാരം ലഭിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അപ്പൊ ഇവിടെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. കൊല്ലം ജില്ലാ പഞ്ചായത്ത്, അല്ലെ? കൊല്ലം എന്ന് പറയുമ്പോൾ ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരമാണ്. തിരുവനന്തപുരത്തിന് കിട്ടിയത് കോർപ്പറേഷനുള്ള പുരസ്കാരമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ നോക്കുക. അപ്പൊ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം, ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്, ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂര്, മുനിസിപ്പാലിറ്റി ഗുരുവായൂര്, അത് കഴിഞ്ഞിട്ട് കോർപ്പറേഷൻ തിരുവനന്തപുരം. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കണം. അതോടൊപ്പം തന്നെ നിലവിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ആരാണ്? MB രാജേഷ് ആണ്. ആരാണ്?
MB രാജേഷാണ്. അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. MB രാജേഷിന് എക്സൈസ് വകുപ്പിന്റെ ചുമതലയുമുണ്ട്. എക്സൈസ് വകുപ്പ് മന്ത്രി ആര് തന്നെയാണ്? MB രാജേഷാണ്. കേരളത്തിലെ പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? ഫെബ്രുവരി 19 അല്ലെ. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഫെബ്രുവരി 19. അതാണ് കേരളത്തിലെ പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത്. എന്നാൽ ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത് ദിവസം ഏതെന്ന് ചോദിച്ചാൽ ഏപ്രിൽ 24. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം. 2025-2026 സംസ്ഥാന ബജറ്റ് അല്ലെ. 2025-2026 സംസ്ഥാന ബജറ്റ് നമുക്കറിയാം. ബജറ്റ് എപ്പോഴും ഫെബ്രുവരി മാസത്തിലാണ്. ഇപ്പോൾ ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ബജറ്റ് അവതരിപ്പിക്കും. പണ്ട് നമ്മൾ പഠിക്കുമായിരുന്നു ഫെബ്രുവരി മാസത്തിലെ ഏറ്റവും ഒടുവിലത്തെ പ്രവൃത്തി ദിവസത്തിലാണ് ബജറ്റ് അവതരിപ്പിക്കുമെന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഫെബ്രുവരിയിൽ ആദ്യം തന്നെ ബജറ്റ് അവതരിപ്പിക്കും. ഇപ്പൊ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്ന ആരായിരിക്കും? സംസ്ഥാന ധനകാര്യ മന്ത്രിയാണ് അല്ലെ. കേരളത്തിലെ സംസ്ഥാന ധനകാര്യ വകുപ്പിന് ചുമതലയുള്ള മന്ത്രി ആരാണ്? KN ബാലഗോപാലാണ് അല്ലെ. കേരളത്തിലെ സംസ്ഥാന ധനകാര്യ മന്ത്രി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KN ബാലഗോപാലാണ്. അദ്ദേഹം അവതരിപ്പിക്കുന്ന അഞ്ചാമത്തെ ബജറ്റാണ്. നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ബജറ്റ് കേരളത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ആരാണ്? KM മാണിയാണ് അല്ലെ. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് KM മാണിയാണ്. ബജറ്റിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, മിച്ച ബജറ്റ് ഉണ്ട്, കമ്മി ബജറ്റ് ഉണ്ട്. മിക്കവാറും ബജറ്റുകളെല്ലാം കമ്മി ബജറ്റ് ആയിരിക്കും. അതായത് ചെലവിനാവശ്യമായിട്ടുള്ള വരുമാനം ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ള ബജറ്റുകളൊക്കെ എന്തായിരിക്കും? കമ്മി ബജറ്റ് ആയിരിക്കും. പക്ഷേ സംസ്ഥാന ചരിത്രത്തിലെ ഏക മിച്ച ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് KM മാണിയാണ്. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് KM മാണിയാണ്. അതുപോലെ സംസ്ഥാന ബജറ്റ് ചരിത്രത്തിൽ ആദ്യത്തെ അല്ലെങ്കിൽ ഏക മിച്ച ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? KM മാണിയാണ്. അതുപോലെ മനസ്സിലാക്കാനുള്ള വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ്, സംസ്ഥാന ബജറ്റ് ചരിത്രത്തിലെ ആദ്യത്തെ പേപ്പർ രഹിത ബജറ്റ് അവതരിപ്പിച്ച ആരും ചോദിച്ചാൽ ഇപ്പോഴത്തെ ധനമന്ത്രിയാണ് KN ബാലഗോപാലാണ്. ആരാണ്? KN ബാലഗോപാലാണ്. അതുപോലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അല്ലെങ്കിൽ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം കാഴ്ചവെച്ച ധനമന്ത്രി, കേരളത്തിലെ ധനമന്ത്രി ആരും ചോദിച്ചാൽ മുൻ ധനമന്ത്രിയാണ് തോമസ് ഐസക് ആണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കണം. എന്തായാലും KN ബാലഗോപാൽ 2025-2026 സംസ്ഥാന ബജറ്റ് ഫെബ്രുവരിയിൽ അവതരിപ്പിച്ചു. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വയോജനങ്ങളുടെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ബജറ്റിൽ ഒരു പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട്. ആ പദ്ധതിയുടെ പേരെന്ത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ പേരാണ് ന്യൂ ഇന്നിങ്സ്. എന്താണ്? ന്യൂ ഇന്നിങ്സ്. അപ്പോൾ 2025-2026 സംസ്ഥാന ബജറ്റ് കേരളത്തിന്റെ ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചപ്പോൾ വയോജനങ്ങളുടെ സംരംഭകത്വം അത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. ആ പദ്ധതിയുടെ പേരെന്ത് എന്ന് ചോദിച്ചാൽ ന്യൂ ഇന്നിങ്സ് എന്നുള്ളതാണ്. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. കേരളത്തിലെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം, അല്ലെ, ബാറ്ററി B, എനർജി ESS, സ്റ്റോറേജ് S, സിസ്റ്റം S. അപ്പൊ നമ്മൾ ബസ് എന്ന് ചുരുക്കി പറയും. കേരളത്തിലെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ മയിലാട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടെയാണ്? മയിലാട്ടി എവിടെയാണ്? കാസർഗോഡാണ് അല്ലെ. ആ സൂര്യപ്രകാശത്തിനെ ഉപയോഗപ്പെടുത്തി അതിന്റെ ഊർജം ബാറ്ററികളിലോട്ട് സംഭരിച്ച് അതിനെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏത്, അല്ലെങ്കിൽ ആ ഒരു സംവിധാനമാണ് ഏത്? ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം അഥവാ ബസ്. അപ്പൊ അത് കേരളത്തിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ മയിലാട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതെവിടെയാണ്? അത് കാസർഗോഡ് ജില്ല. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും മികച്ച രക്തബാങ്കായിട്ട് ദേശീയ ആരോഗ്യ മന്ത്രാലയം തെരഞ്ഞെടുത്തത് കേരളത്തിലെ ഏത് രക്തബാങ്കിനെയാണ് എന്ന് ചോദിച്ചാൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ രക്തബാങ്കിനെയാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ രക്തബാങ്ക്.
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് ഏത് മെഡിക്കൽ കോളേജിലാണ്? അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് അല്ലേ? കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. അതേസമയം ദേശീയ ആരോഗ്യ മന്ത്രാലയം ഏറ്റവും മികച്ച രക്തബാങ്കായിട്ട്, കേരളത്തിലെ ഏറ്റവും മികച്ച രക്തബാങ്കായിട്ട് തിരഞ്ഞെടുത്തത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ രക്തബാങ്കാണ്. ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു വ്യക്തിയിലോട്ട് വരാം. ഡോക്ടർ മാധവ ഭട്ടതിരി 2025 ഫെബ്രുവരിയിൽ മരണപ്പെട്ട വളരെ പ്രസിദ്ധനായ വ്യക്തിയാണ് ഡോക്ടർ മാധവ ഭട്ടതിരി. ഏത് മേഖലയിലാണ് ഇദ്ദേഹം പ്രസിദ്ധൻ എന്ന് ചോദിച്ചാൽ 1985 രസായനത്തിനുള്ള നോബൽ സമ്മാനം അത് പ്രഖ്യാപിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയിൽ 5 പേരടങ്ങുന്ന കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളിയാണ് ആര്? ഡോക്ടർ മാധവ ഭട്ടതിരി. നോബൽ സമ്മാനം അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാം. ആ സമ്മാന ജേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി, ഏതിനുള്ള? രസായനത്തിനുള്ള നോബൽ സമ്മാന ജേതാവിനെ 1985 കണ്ടെത്താനുള്ള കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളിയായിരുന്നു മാധവ ഭട്ടതിരി. അദ്ദേഹം 2025 ഫെബ്രുവരിയിൽ മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ട് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2025 ഫെബ്രുവരിയിൽ മരണപ്പെട്ട വേറൊരു വ്യക്തിയാണ് കല്ലൂർ ബാലൻ. കല്ലൂർ ബാലൻ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും: 2025 ഫെബ്രുവരിയിൽ മരണപ്പെട്ട കല്ലൂർ ബാലൻ ഏത് മേഖലയിൽ പ്രസിദ്ധനാണ് എന്ന് ചോദിച്ചാൽ പരിസ്ഥിതി പ്രവർത്തകനാണ്. ആര്? കല്ലൂർ ബാലൻ. കല്ലൂർ എന്ന് പറയുന്നത് പാലക്കാടുള്ള ഒരു സ്ഥലമാണ്. കല്ലൂർ എന്ന് പറയുന്നത് പാലക്കാടുള്ള ഒരു സ്ഥലമാണ്. പച്ച ഷർട്ടും പച്ച ലുങ്കിയും പിന്നെ അത് കഴിഞ്ഞിട്ട് പച്ച റിബണും ഒക്കെ തലയിൽ കെട്ടി നടക്കുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു ആര്? കല്ലൂർ ബാലൻ. 2025 ഫെബ്രുവരിയിൽ അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ ഡോക്ടർ മാധവ ഭട്ടതിരി ആരാണ്? കല്ലൂർ ബാലൻ ആരാണ്? ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ചെറുവയൽ രാമൻ. നിങ്ങൾക്കറിയാം, വയനാട്ടിലുള്ള കർഷകനാണ് അല്ലെ? പരമ്പരാഗതമായിട്ടുള്ള നെൽവിത്തിനങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന കർഷകനാണ് ആര്? ചെറുവയൽ രാമൻ. ചെറുവയൽ രാമന് ഒരു സർവകലാശാല പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി നൽകി ആദരിച്ചു. അപ്പോൾ ചെറുവയൽ രാമന് പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി നൽകി ആദരിച്ച കേരളത്തിലെ സർവകലാശാല ഏതെന്ന് ചോദിച്ചാൽ കേരള കാർഷിക സർവകലാശാലയാണ്. ഏതാണ്? കേരള കാർഷിക സർവകലാശാല. ശ്രദ്ധിച്ചു വെക്കണം, ചോദ്യ സാധ്യത വളരെ കൂടുതലുള്ള ഒരു പോയിന്റാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കാർഷിക സർവകലാശാലയുടെ കാര്യം പറഞ്ഞു. തൃശ്ശൂർ വെള്ളാനിക്കരയിൽ ഒരു കാർഷിക കോളേജ് ഉണ്ട്. തൃശ്ശൂർ വെള്ളാനിക്കരയിലെ കാർഷിക കോളേജിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത പാവൽ ഇനങ്ങളാണ് പ്രഗതിയും പ്രജനിയും. ഏതാണ്? പ്രഗതിയും പ്രജനിയും. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും പ്രഗതി പ്രജനി എന്നിവ സങ്കര ഇനം ഡാഷ് ആണ്, പാവൽ, മുളക് എന്നൊക്കെ പറഞ്ഞ് തരും. ഏതാണ്? പാവൽ അല്ലെ? അപ്പോൾ പ്രഗതി പ്രജനി എന്ന് പറയുന്ന സങ്കര ഇനം പാവൽ ഇനങ്ങളെ വികസിപ്പിച്ചെടുത്തത് തൃശ്ശൂർ വെള്ളാനിക്കരയിലെ കാർഷിക കോളേജിൽ നിന്നാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കണം. അതുപോലെ ബേഡകം ഗരിമ. ബേഡകം ഗരിമ ഒരു ഈ പറഞ്ഞ വിളയാണ്. ബേഡകം ഗരിമ എന്ത് വിളയാണെന്ന് ചോദിച്ചാൽ തെങ്ങാണ്. ബേഡകം ഗരിമ എന്താണ്? അത്യുൽപാദന ശേഷിയുള്ള തെങ്ങാണ്. ഏത്? ബേഡകം ഗരിമ. നിങ്ങൾക്കറിയാം, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CPCRI. എവിടെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, കാസർഗോഡാണ്. കാസർഗോഡുള്ള കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഏത് സാഹചര്യത്തിലും വളർത്താൻ പറ്റുന്ന വളരെ കുറച്ച് വെള്ളം കൊണ്ട് ഈ പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയുന്ന തെങ്ങിനമാണ് ഏത്? ബേഡകം ഗരിമ. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കണം, കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്. ഫെബ്രുവരി മാസത്തിലെ പ്രഗതിയും പ്രജനിയും എന്താണ് എന്ന് ചോദിച്ചാൽ അത് പാവൽ ഇനങ്ങളാണ്. അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം പാവൽ ഇനങ്ങളാണ്. ബേഡകം ഗരിമ എന്ന് പറയുന്നത് എന്താണ്? അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനമാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2025 ഫെബ്രുവരിയിൽ ഹരിത ടൂറിസം കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട മ്യൂസിയം കേരള വന ഗവേഷണ കേന്ദ്രത്തിന്റെ കീഴിൽ വരുന്ന ഒരു മ്യൂസിയമാണ്. ഏത് എന്ന് ചോദിച്ചാൽ നിലമ്പൂർ തേക്ക് മ്യൂസിയം.
നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിനെ 2025 എന്താണ് ഹരിത ടൂറിസം കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചു. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കണം. കേരളത്തിലെ ആദ്യ വന മ്യൂസിയം, കേരളത്തിലെ ആദ്യത്തെ വന മ്യൂസിയം എവിടെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കുളത്തൂപ്പുഴ, കൊല്ലം ജില്ല. കേരളത്തിലെ ആദ്യത്തെ വന മ്യൂസിയം എവിടെയാണ്? കുളത്തൂപ്പുഴ, കൊല്ലം ജില്ല. 2025 ഹരിത ടൂറിസം കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ മ്യൂസിയം ഏതെന്ന് ചോദിച്ചാൽ നിലമ്പൂർ തേക്ക് മ്യൂസിയമാണ്. നിലമ്പൂർ തേക്ക് അല്ലെ. നിലമ്പൂർ തേക്കിന്റെ കാര്യം പറയുമ്പോഴും ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. കേരളത്തിലെ GI ടാഗ് ലഭിക്കുന്ന ആദ്യ വന ഉൽപ്പന്നം, GI ടാഗ് ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ വന ഉൽപ്പന്നം ഏതെന്ന് ചോദിച്ചാൽ നിലമ്പൂർ തേക്കാണ്. ഇപ്പൊ വേറൊരു കാര്യം കൂടി ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ വന്നിട്ടുണ്ട്. GI ടാഗ് ലഭിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ ആദിവാസി ഉൽപ്പന്നം, GI ടാഗ് ലഭിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ ആദിവാസി ഉൽപ്പന്നം ഏതെന്ന് ചോദിച്ചാൽ കണ്ണാടിപ്പായയാണ്. കണ്ണാടിപ്പായ ഇടുക്കിയിൽ നിന്നുള്ള ഒരു ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വന ഉൽപ്പന്നം, GI ടാഗ് ലഭിച്ച വന ഉൽപ്പന്നം ഏതാണ്? നിലമ്പൂർ തേക്ക്. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ആദിവാസി ഉൽപ്പന്നം, GI ടാഗ് ലഭിച്ച ഉൽപ്പന്നം ഏതാണ്? കണ്ണാടിപ്പായ. കണ്ണാടിപ്പായ എവിടെ നിന്നുള്ളതാണ് എന്ന് കൂടി ഓർത്തു വെക്കണം. ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ഒരു ഉൽപ്പന്നമാണ് ഏത്? കണ്ണാടിപ്പായ. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. 2023 കേരള ശാസ്ത്ര പുരസ്കാരം, കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ്. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അല്ലെ? അപ്പോൾ ശാസ്ത്ര പുരസ്കാരം 2023 എന്ന് പറയുമ്പോൾ പഴയ കാര്യമല്ല, 2025 ഈ പുരസ്കാരം കൊടുത്തത്. അപ്പൊ 2023 കേരള ശാസ്ത്ര പുരസ്കാരം 2025 നൽകി. ആർക്കാണ് നൽകിയത് എന്ന് ചോദിച്ചാൽ ഡോക്ടർ എസ് സോമനാഥിനാണ്. ഡോക്ടർ എസ് സോമനാഥ് നിങ്ങൾക്കറിയാം, ISROയുടെ 10ാമത്തെ ചെയർമാൻ ആയിരുന്ന മലയാളിയാണ്. ഇപ്പോൾ അദ്ദേഹം അല്ല ISROയുടെ ചെയർമാൻ, ഡോക്ടർ വി നാരായണനാണ് ഇപ്പോൾ ISROയുടെ ചെയർമാൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ കേരള ശാസ്ത്ര പുരസ്കാരം 2023 ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ സോമനാഥിനാണ് അല്ലെ. നിലാവ് കുടിച്ച സിംഹങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മകഥയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിലാവ് കുടിച്ച സിംഹങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ സോമനാഥിന്റെ ആത്മകഥയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പോയിന്റിലോട്ട് വരാം. 2025 ജ്ഞാനപ്പാന പുരസ്കാരം അല്ലെ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകുന്ന പുരസ്കാരമാണ്. 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ KP ശങ്കറിനാണ്. 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KP ശങ്കറിനാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക. 2024 ജ്ഞാനപ്പാന പുരസ്കാരം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ് 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ജ്ഞാനപ്പാന പുരസ്കാരം നൽകുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് അല്ലെ. ഗുരുവായൂർ ദേവസ്വം ബോർഡാണ്. 2025 ജ്ഞാനപ്പാന പുരസ്കാരം KP ശങ്കറിനാണ് ലഭിച്ചത്. 2024 ജ്ഞാനപ്പാന പുരസ്കാരം രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ് ലഭിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 2025 ഹരിവരാസന പുരസ്കാരം ആർക്ക് ലഭിച്ചു അല്ലെ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്ന പുരസ്കാരമാണല്ലോ. ഹരിവരാസന പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് നമ്മൾ പഠിച്ചിരുന്നു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. അവിടെ നമ്മൾ 2024 ഹരിവരാസന പുരസ്കാര ജേതാവിന്റെ പേര് കൂടി പഠിച്ചിരുന്നു, PK വീരമണി ദാസൻ അല്ലെ. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന പോയിന്റുകളാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഒപ്പം പദ്ധതി, ഒരു പദ്ധതിക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് ഒപ്പം അല്ലെ. ഈ ഒപ്പം പദ്ധതി എന്ന് പറയുമ്പോൾ മനസ്സിലോട്ട് പെട്ടെന്ന് കയറി വരുന്നത് കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. അശരണരായിട്ടുള്ള, നിരാലംബരായിട്ടുള്ള, റേഷൻ കടയിൽ നേരിട്ട് പോയി റേഷൻ വാങ്ങാൻ പറ്റാത്ത ആൾക്കാർക്ക് റേഷൻ സാധനങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. ഓട്ടോ തൊഴിലാളികളുടെ സഹകരണത്തോടു കൂടി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് ഏത്? ഒപ്പം പദ്ധതി. അല്ലാതെ ഒരു സർവകലാശാല ഒരു പദ്ധതി നടത്തുന്നുണ്ട്, അതിന് കൊടുത്തിരിക്കുന്ന പേരും ഒപ്പം എന്നാണ്. സർവകലാശാലയുടെ കാര്യമാണ് കറണ്ട് അഫയേഴ്സിൽ ഇപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായിട്ടുള്ളതും എന്നാൽ ഭവനരഹിതരുമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വീട് വെച്ച് നൽകുന്ന ഒരു സർവകലാശാലയുടെ പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് കൊടുത്തിരിക്കുന്ന പേര് ഏതാണ്? ഒപ്പം എന്ന് പറയുന്ന പദ്ധതിയാണ്. അത് ഈ ഒപ്പം
പദ്ധതി നടപ്പിലാക്കുന്ന സർവകലാശാല ഏതെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല 2020 നിലവിൽ വന്ന സർവകലാശാലയാണ് ശ്രീനാരായണ ഗുരു സർവകലാശാല. നിങ്ങൾക്കറിയാം കൊല്ലമാണ് ശ്രീനാരായണ ഗുരു സർവകലാശാലയുടെ ആസ്ഥാനം. അതുപോലെ തന്നെ മുബാറക് പാഷയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാണ്? മുബാറക് പാഷയാണ്. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അതിൻ്റെ ആസ്ഥാനം കൊല്ലമാണ്. അപ്പോൾ ഒപ്പം പദ്ധതി നടപ്പിലാക്കുന്ന സർവകലാശാല ഏതാണ്? അത് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയാണ്. എന്താണ് പദ്ധതി? ഭവനരഹിതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനുള്ള പദ്ധതിയാണ് ഏത്? ഒപ്പം പദ്ധതി അല്ലെ. അപ്പോൾ ഒപ്പം പദ്ധതി റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടും ഉണ്ട്, അല്ലാതെ ഈ പറഞ്ഞ സർവകലാശാലയുമായി ബന്ധപ്പെട്ടും ഉണ്ട്. വ്യത്യാസം തിരിച്ചറിഞ്ഞ് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമ കോടതി നിലവിൽ വന്നത് ഏത് നിയോജക മണ്ഡലത്തിലാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമ കോടതി നിലവിൽ വന്നത് ഏത് നിയോജക മണ്ഡലത്തിലാണ്? അസംബ്ലി മണ്ഡലത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം. അവിടെ ഗ്രാമകോടതി എന്നത് എന്താണെന്നൊന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം ജില്ലാ ലീഗൽ അതോറിറ്റി ഉണ്ട് അല്ലെ. ജില്ലാ ലീഗൽ അതോറിറ്റി ഉണ്ട്, എല്ലാ ജില്ലകളിലും ഉണ്ട് ജില്ലാ ലീഗൽ അതോറിറ്റി. അതുമായി ബന്ധപ്പെട്ട് ജഡ്ജിമാരും ഉണ്ടായിരിക്കും. അപ്പോൾ ജില്ലാ ലീഗൽ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അവിടെയുള്ള ജഡ്ജിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ പ്രദേശത്തെ, അതായത് ഞാൻ ഈ പറയുന്ന പ്രദേശത്തെ ജനങ്ങളുടെ ആവലാതികൾ അല്ലെങ്കിൽ പരാതികൾ, പരസ്പരമുള്ള പരാതികളൊക്കെ പരിഹരിക്കുന്ന ഈ പറഞ്ഞ ഒരു കോടതി, അതിനെയാണ് ഗ്രാമകോടതി എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്രാമകോടതി ആരംഭിച്ചത് ഏത് നിയോജക മണ്ഡലത്തിലാണ് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം നിയോജക മണ്ഡലത്തിലാണ്. എവിടെയാണ്? വാമനപുരം നിയോജക മണ്ഡലം. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്രാമകോടതി നിലവിൽ വന്നത് ഏത് നിയോജക മണ്ഡലത്തിലാണെന്ന് ചോദിച്ചാൽ വാമനപുരം നിയോജക മണ്ഡലത്തിലാണ് അല്ലെ. നമ്മൾ ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. ഫെബ്രുവരി 4 എന്തായിട്ട് ആചരിക്കുന്നു? ലോക അർബുദ ദിനമായിട്ട് ആചരിക്കുന്നു. ഫെബ്രുവരി 4 ലോക അർബുദ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രചരണ പരിപാടി എന്താണ്? കേരള സർക്കാരിൻ്റെ ഒരു പ്രചരണ പരിപാടി, ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം അല്ലെ. അപ്പൊ ഈ പരിപാടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേരള സർക്കാരിൻ്റെ അർബുദ രോഗവുമായി ബന്ധപ്പെട്ട പ്രചരണ പരിപാടിയാണ്. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഈ പരിപാടിയുടെ ഗുഡ്വിൽ അംബാസഡർ എന്ന് പറയുന്നത് മഞ്ജു വാര്യരാണ്. ഇതുപോലെ ഒരു പ്രചരണ പരിപാടി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 1-0 എന്ന് പറയുന്ന പ്രചരണ പരിപാടി എയ്ഡ്സ് രോഗത്തിനെതിരെയുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രചരണ പരിപാടിയാണ് അല്ലെ. 1-0. ഇവിടെ ഇപ്പൊ എന്താണ്? ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം അല്ലെ. അപ്പൊ ഫെബ്രുവരി 4 എന്തായിട്ട് ആചരിക്കുന്നു? ലോക അർബുദ ദിനമായിട്ട് ആചരിക്കുന്നു. ഈ വർഷത്തെ 2025 ലോക അർബുദ ദിനത്തിന്റെ പ്രമേയം എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? യുണൈറ്റഡ് ബൈ യുണൈക്ക് എന്നുള്ളതാണ്. യുണൈറ്റഡ് ബൈ യുണൈക്ക് എന്നുള്ളതാണ് 2025 ഫെബ്രുവരി 4 ലോക അർബുദ ദിനത്തിന്റെ പ്രമേയം. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. അപ്പോൾ ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം അല്ലെ. ആ പ്രചരണ പരിപാടിയുടെ ഗുഡ്വിൽ അംബാസഡർ ആരാണ്? മഞ്ജു വാര്യരാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. 2024-25 രഞ്ജി ട്രോഫി മത്സരം നമുക്കറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റ് മത്സരമാണ് ഏത്? രഞ്ജി ട്രോഫി മത്സരം അല്ലെ. അപ്പൊ ഇവിടെ ഈ ഇത്തവണത്തെ രഞ്ജി ട്രോഫി മത്സരത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. രഞ്ജി ട്രോഫി മത്സരങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളം ഫൈനലിൽ വന്നു. സെമി ഫൈനലിൽ നമ്മൾ ഗുജറാത്തിനെ പരാജയപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഫൈനലിൽ എത്തിയത്. സെമി ഫൈനലിൽ ആരെ പരാജയപ്പെടുത്തി? ഗുജറാത്തിനെ. അതിൽ കാരണമായത് ഒരു സെഞ്ചുറിയാണ്. ആരുടെ സെഞ്ചുറി എന്നറിയാമോ? മുഹമ്മദ് അസുറുദ്ദീൻ്റെ സെഞ്ചുറി, 177 റൺസ്. ആ കളിയിൽ കേരളം ജയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം മുഹമ്മദ് അസുറുദ്ദീൻ്റെ സെഞ്ചുറിയാണ്. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്: 2024-25 രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ സെഞ്ചുറി നേടിയ മലയാളി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? മുഹമ്മദ് അസുറുദ്ദീനാണ്. മുഹമ്മദ് അസുറുദ്ദീനാണ്. അപ്പോൾ ആ സെഞ്ചുറി കേരളത്തിൻ്റെ വിജയത്തിൽ നിർണായകമായി. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്.
അതിൽ കളിയുടെ ക്ലൈമാക്സിൽ നമുക്ക് എതിർ ടീമിൻ്റെ ഒരു വിക്കറ്റ് കൂടി നേടണമായിരുന്നു, എന്നാൽ മാത്രമേ ജയിക്കുള്ളായിരുന്നു. ആ നിർണായക സമയത്ത് ഒരു ക്യാച്ച് കേരളത്തിന് കിട്ടി. ആ ക്യാച്ച് കിട്ടുന്ന ഒരാളുടെ ഹെൽമെറ്റിൽ തട്ടി തെറിച്ച പന്താണ് ക്യാച്ച് എടുത്തത്. അപ്പോൾ അത് ആരുടെ ഹെൽമെറ്റിൽ തട്ടിപ്പോയ പന്താണ് എന്നുള്ളത് ശ്രദ്ധിച്ചു വെക്കണം. അത് സൽമാൻ നിസാറിൻ്റെ ഈ പറഞ്ഞ ഹെൽമെറ്റിൽ തട്ടിപ്പോയ പന്താണ്. സൽമ എന്നല്ല, സൽമാൻ നിസാർ. സൽമാൻ നിസാർ ആ ഹെൽമെറ്റ് പ്രത്യേകം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ചരിത്രമാണ്. അപ്പോൾ മുഹമ്മദ് അസുറുദ്ദീൻ രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ കേരളത്തിന് വേണ്ടിയിട്ട് സെഞ്ചുറി നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൽമാൻ നിസാറിന്റെ ഹെൽമെറ്റ് തട്ടിപ്പോയ പന്ത് പിടിച്ചതാണ് കേരളം ജയിക്കാനുള്ള കാരണമായിട്ട് മാറിയത്. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ചരിത്രത്തിൽ ആദ്യമായിട്ട് രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളം വരുന്നത്. ഫൈനലിൽ കേരളം തോറ്റുപോയി. ഫൈനലിൽ നമ്മൾ വിദർഭയോട് തോറ്റു, പക്ഷേ ഫൈനലിലെത്തി. അപ്പോൾ ഇത്തവണത്തെ കേരള രഞ്ജി ട്രോഫി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്നുകൂടി മനസ്സിലാക്കി വെക്കണം. സച്ചിൻ ബേബി. സച്ചിൻ ബേബി. സഞ്ജു സാംസൺ എന്ന് എഴുതി തെറ്റിക്കരുത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരം 2024-25 അതിലെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സച്ചിൻ ബേബി ആയിരുന്നു എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. 38ാമത് ദേശീയ ഗെയിംസ് 2025 38ാമത് ദേശീയ ഗെയിംസ് അതിൻ്റെ വേദി എവിടെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. ഉത്തരാഖണ്ഡിലാണ്. 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദിയായിരുന്നത് ഉത്തരാഖണ്ഡാണ് അല്ലെ. അതിൻ്റെ ഈ പറഞ്ഞ ഭാഗ്യചിഹ്നമോ 38ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം മൗലി എന്ന പക്ഷിയാണ്. മൗലി എന്ന് പറയുന്ന പക്ഷി, അതിന് കൊടുത്ത പേരാണ് മൗലി. ശരിക്കും പറഞ്ഞാൽ ഹിമാലയൻ മൊണാൽ എന്ന് പറയുന്ന പക്ഷിയാണ്. ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പക്ഷി ഹിമാലയൻ മൊണാൽ, അതിന് കൊടുത്ത പേരാണ് മൗലി. അപ്പോൾ ഉത്തരാഖണ്ഡിൽ വെച്ചിട്ടാണ് 38ാമത് ദേശീയ ഗെയിംസ് നടന്നത്. അതിൻ്റെ ഭാഗ്യചിഹ്നം മൗലി എന്ന് പറയുന്ന പക്ഷിയാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇവിടെ ഈ പറഞ്ഞ കേരളം ഈ പറഞ്ഞ ദേശീയ ഗെയിംസിൽ 14ാമതായിരുന്നു. കേരളം ദേശീയ ഗെയിംസിൽ എത്രാം സ്ഥാനത്താണ്? 14ാമതാണ്. 1ാം സ്ഥാനത്ത് മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനത്ത് വന്നത് പട്ടാളക്കാരുടെ ടീമാണ്, സർവീസസ് ആണ്. 1ാം സ്ഥാനത്ത് വന്നത് സർവീസസ് ആണ്. കേരളം ഈ പറഞ്ഞ പട്ടികയിൽ 14ാമതായിരുന്നു. നമുക്ക് 13 സ്വർണമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 13 സ്വർണത്തിൽ 3 സ്വർണവും നേടിയത് ഒരു വനിതാ നീന്തൽ താരമാണ്. ആ വനിതാ നീന്തൽ താരം ആരെന്ന് ചോദിച്ചാൽ ഹർഷിത ജയറാം. ആരാണ്? ഹർഷിത ജയറാം. അപ്പം 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ നീന്തൽ താരം ആരെന്ന് ചോദിച്ചാൽ ഹർഷിത ജയറാമാണ്. എന്നാൽ 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയതാരെന്ന് ചോദിച്ചാൽ സാജൻ പ്രകാശാണ്. 38ാമത് ദേശീയ ഗെയിംസ് കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ മെഡൽ നേടിയതാരെന്ന് ചോദിച്ചാൽ സാജൻ പ്രകാശാണ്. 4 മെഡലുകൾ, 1 സ്വർണവും ബാക്കി വെള്ളിയും വെങ്കലവും ആയിട്ട് 4 മെഡലുകൾ. അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ സ്വർണം നേടിയത് ഹർഷിത ജയറാമാണ്. ഏറ്റവും കൂടുതൽ മെഡലുകൾ കേരളത്തിനായിട്ട് നേടിയത് സാജൻ പ്രകാശാണ്. സാജൻ പ്രകാശ് നീന്തൽ താരമാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. 2024 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, സാജൻ പ്രകാശാണ്. ഓർത്ത് വയ്ക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനത്ത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സർവീസസ് ആണ്. സർവീസസ് എന്ന് പറയുമ്പോഴത്തേക്കും പട്ടാളക്കാരുടെ ടീമാണ് സർവീസസ് അല്ലെ. മെഡൽ പട്ടികയിൽ കേരളം എത്രാമതായിരുന്നു? 14ാമതായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് 39ാമത് ദേശീയ ഗെയിംസ്. ഇനി നടക്കാൻ പോകുന്ന 39ാമത് ദേശീയ ഗെയിംസ് അതിന്റെ വേദി എവിടെയാണ് എന്ന് ചോദിച്ചാൽ മേഘാലയാണ്. 39ാമത് ദേശീയ ഗെയിംസിന്റെ വേദി നിശ്ചയിച്ചിരിക്കുന്നത് ഏത് സംസ്ഥാനമാണ്? മേഘാലയ. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. 2025 ഇന്ത്യയുടെ 26ാമത് കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? 2025 ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ ഗ്യാനേഷ് കുമാറാണ്. ആരാണ്? ഗ്യാനേഷ് കുമാറാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഭരണഘടനയിലെ 324ാം വകുപ്പ് അവിടെ എന്തിനെ കുറിച്ച് പറയുന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാറാണ്. 26ാമത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഡൽഹിയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നു. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഒരുപാട് ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പാണ്.
ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പിൽ തോറ്റു, BJP തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. ഡൽഹിയിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? ഡൽഹിയിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി രേഖ ഗുപ്തയാണ്, വനിതയാണ്. രേഖ ഗുപ്തയാണ് ഡൽഹിയിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ഡൽഹിയിൽ ഇതിനു മുമ്പും വനിതാ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. സുഷമ സ്വരാജ് ഡൽഹിയിലെ വനിതാ മുഖ്യമന്ത്രിയായിരുന്നു. ഷീല ദീക്ഷിത്, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിഷി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 4ാമത്തെ മുഖ്യമന്ത്രി, ഡൽഹിയിലെ മുഖ്യമന്ത്രിയാകുന്ന 4ാമത്തെ വനിതയാണ് രേഖ ഗുപ്ത. ഡൽഹിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി അതിഷിയാണ്. അതിഷി മർലേനയാണ് ഡൽഹിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി. ഇപ്പോൾ ആരാണ്? രേഖ ഗുപ്ത, അല്ലെ? അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കണം. പുതിയ നിയമനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം. ജ്ഞാനേഷ് കുമാർ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, രേഖ ഗുപ്ത ഡൽഹിയിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് വിഷ്ണു ദിയോ സായി. വിഷ്ണു ദിയോ സായി മുഖ്യമന്ത്രിയാണ്. ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്? ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയാണ് വിഷ്ണു ദിയോ സായി. ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു മുഖ്യമന്ത്രിയാണ് വിഷ്ണു ദിയോ സായി. അതുപോലെ തന്നെ ഭജൻലാൽ ശർമ്മ. ഭജൻലാൽ ശർമ്മ ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്? രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയാണ് ഭജൻലാൽ ശർമ്മ. രാജസ്ഥാൻ മുഖ്യമന്ത്രിയാണ് ഭജൻലാൽ ശർമ്മ. അതുപോലെ തന്നെ ഏതാണ്? പേമ ഖണ്ഡു. പേമ ഖണ്ഡു അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയാണ്. പേമ ഖണ്ഡു ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ്, അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയാണ്. മോഹൻ യാദവ് മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയാണ്. മോഹൻ യാദവ് മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയാണ്. ഹേമന്ത് സോറൻ. ഹേമന്ത് സോറൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ്, ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയാണ്. ഹേമന്ത് സോറൻ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നായബ് സിംഗ് സൈനി. നായബ് സിംഗ് സൈനി ചോദിക്കാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നായബ് സിംഗ് സൈനി ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്? ഹരിയാനയിലെ മുഖ്യമന്ത്രിയാണ്. അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം തന്നെയാണ് രേഖ ഗുപ്ത എവിടുത്തെ മുഖ്യമന്ത്രി? ഡൽഹിയിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ശുഭാംശു ശുക്ല, ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതി. ഗഗൻയാൻ പദ്ധതി എന്താണ്? ബഹിരാകാശത്തോട്ട് ആളെ അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ISROയുടെ പദ്ധതിയാണ് ഗഗൻയാൻ പദ്ധതി. അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചായിരുന്നു, അല്ലേ? ആ ഗഗൻയാൻ പദ്ധതിയിലോട്ട് 4 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലൊരാളാണ് ആര്? ശുഭാംശു ശുക്ല. വേറൊരു മലയാളി ഉണ്ട്, പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അല്ലെ? ആ പറഞ്ഞ ഗഗൻയാൻ പദ്ധതിയിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. അതോടൊപ്പം ശുഭാംശു ശുക്ലയുണ്ട്, മറ്റു 2 പേര് കൂടിയുണ്ട്. അങ്ങനെ മൊത്തം 4 പേരുണ്ട്. അതിലിപ്പോൾ ശുഭാംശു ശുക്ലയ്ക്ക് ഒരു ലോട്ടറി അടിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം, അല്ലെ? ഇപ്പൊ സുനിത വില്യംസ് കുറച്ചു കാലം കുടുങ്ങിപ്പോയ ഒരു സ്ഥലമുണ്ടല്ലോ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. ആ ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരനായിട്ട് ഉടനെ തന്നെ ആര് മാറും? ശുഭാംശു ശുക്ല മാറും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരനായിട്ട് ഉടനെ ആര് മാറും? ശുഭാംശു ശുക്ല മാറും. പോയിട്ടില്ല, വരുന്ന കുറച്ച് ദിവസങ്ങൾക്കകം അദ്ദേഹം പോയെന്നിരിക്കും. അപ്പോൾ ശുഭാംശു ശുക്ല അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് എന്ന് പറയുന്ന ബഹിരാകാശ കമ്പനിയാണ്. അവരുടെ ആക്സിയം 4 AX4 എന്ന് പറയുന്ന ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ശുഭാംശു ശുക്ലയെ എവിടോട്ട് കൊണ്ടുപോകുന്നത്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലോട്ട് കൊണ്ടുപോകുന്നത്. ആക്സിയം 4നെ ചുരുക്കി എഴുതുമ്പോൾ AX4 പദ്ധതി പ്രകാരമാണ് ശുഭാംശു ശുക്ല പോകാനായിട്ട് പോകുന്നത്. നേരത്തെ സുനിത വില്യംസിനെ മോളിൽ നിന്ന് കൊണ്ടുവന്നല്ലോ, ബഹിരാകാശ നിലയത്തിൽ നിന്ന് കൊണ്ടുവന്നല്ലോ. അതിന് പോയത് സ്പേസ് എക്സ് ആണ്, അല്ലെ? ആ ദൗത്യമാണ് ക്രൂ 9 എന്ന് പറയുന്ന ദൗത്യം. ക്രൂ 9 ദൗത്യത്തിലൂടെയാണ് ആരെ കൊണ്ടുവന്നത്? സുനിത വില്യംസിനെ തിരിച്ചു കൊണ്ടുവന്നത്. വേറൊരു ക്ലാസ്സിൽ അത് വിശദമായിട്ട് പറയാം. ഇപ്പോൾ ആക്സിയം 4 പദ്ധതിയുടെ ഭാഗമായിട്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ ശുഭാംശു ശുക്ലയാണ്. ഇപ്പോൾ പോയിട്ടില്ല, ഉടനെ അദ്ദേഹം പോകും. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് രാജ്യത്തെ ആദ്യത്തെ സഹകരണ സർവകലാശാല, ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല, അല്ലെ? നമുക്കറിയാം 2025 UN അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട് ആചരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2025 UN അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട് ആചരിക്കുന്നു എന്ന് പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല അതാണ് ത്രിഭുവൻ സഹകാരി. ത്രിഭുവൻ സഹകാരി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല ത്രിഭുവൻ സഹകാരി സ്ഥാപിക്കപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല
ത്രിഭുവൻ സഹകാരി സ്ഥാപിക്കപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. അതേസമയം ഇങ്ങനെ ഒരു ചോദ്യം അതിനും സാധ്യതയുണ്ട്. ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം എവിടെയാണ് നിലവിൽ വരുന്നത്, എവിടെയാണ് എന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ്. ലോകത്തിലെ രണ്ടാമത്തെ എന്നാൽ ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലാണ്, നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞ എന്താണ്? സഹകരണ സർവകലാശാല. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. അതിൻ്റെ പേരാണ് ത്രിഭുവൻ സഹകാരി. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ AI സർവകലാശാല, നിർമ്മിത ബുദ്ധി സർവകലാശാല. ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ്? അത് മഹാരാഷ്ട്രയിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ സഹകരണ സർവകലാശാല ഗുജറാത്തിൽ, നിർമ്മിത ബുദ്ധി സർവകലാശാല വരുന്നത് എവിടെയാണ്? അത് മഹാരാഷ്ട്രയിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗൂഗിളിൻ്റെ ഒരു ക്യാമ്പസ് ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗൂഗിളിൻ്റെ ആദ്യത്തെ ക്യാമ്പസ്, ഗൂഗിളിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ ക്യാമ്പസ് അടുത്ത കാലത്ത് ഈ പറഞ്ഞ പ്രവർത്തനം ആരംഭിച്ചു. എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ബംഗളൂരുവാണ്. ഗൂഗിളിൻ്റെ ഈ പറഞ്ഞ ക്യാമ്പസ്, ആ ക്യാമ്പസിന് കൊടുത്തിരിക്കുന്ന പേരുണ്ട് അനന്ത ക്യാമ്പസ്. അപ്പം ഗൂഗിളിൻ്റെ അനന്ത ക്യാമ്പസ് നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് കർണാടകയിലാണ്, ബംഗളൂരുവാണ്. അപ്പോൾ ആ 3 സർവകലാശാലകളും ശ്രദ്ധിച്ചു വയ്ക്കണം. ഇവിടെ ഒരു കാര്യം കൂടി പറയാം. ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ ആദ്യത്തെ AI സർവകലാശാല അത് മഹാരാഷ്ട്രയിലാണ് വരുന്നത് എന്ന് പറഞ്ഞു അല്ലേ. ഇന്ത്യയിൽ ആദ്യമായിട്ട് AI പ്രോസസർ വികസിപ്പിച്ച സർവകലാശാല ഏതാണ്? അത് കേരളത്തിലെ ഒരു സർവകലാശാലയാണ്, കേരള ഡിജിറ്റൽ സർവകലാശാല. ഇന്ത്യയിൽ ആദ്യമായിട്ട് AI പ്രോസസർ വികസിപ്പിച്ച സർവകലാശാല കേരള ഡിജിറ്റൽ സർവകലാശാല. ആ AI പ്രോസസറിന് കൊടുത്തിരിക്കുന്ന പേരും പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. കൈരളി എന്നാണ് ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസറിന് നൽകിയിരിക്കുന്ന പേര്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ട്രീ ആധാർ ഒരു പദ്ധതിയാണ്. ജമ്മു കാശ്മീർ സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. ഏത്? ട്രീ ആധാർ. ഇപ്പോൾ ആധാർ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം അല്ലെ. നമ്മുടെ വ്യക്തി വിവരങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ആധാർ എന്നറിയാം. ട്രീ ആധാർ എന്ന് പറയുന്നത് ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ജമ്മു കാശ്മീർ സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ്. ഏത്? ട്രീ ആധാർ. അപ്പോൾ ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ട്രീ ആധാർ പദ്ധതി കൊണ്ടുവന്നത് ഏത് ഗവൺമെന്റ് ആണെന്ന് ചോദിച്ചാൽ അത് ജമ്മു കാശ്മീർ ഗവൺമെന്റ് ആണ്. ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇപ്പം അവിടെ ഒരു സർക്കാരുണ്ട്. ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രി ആരാണ്? അത് കേന്ദ്രഭരണ പ്രദേശമാണ്. എങ്കിലും ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രി ആരാണ്? ഒമർ അബ്ദുള്ളയാണ്. ആരാണ്? ഒമർ അബ്ദുള്ള. അപ്പോൾ ട്രീ ആധാർ പദ്ധതി ജമ്മു കാശ്മീർ ഗവൺമെന്റ് നടപ്പിലാക്കിയ ട്രീ ആധാർ പദ്ധതി ഏത് മരങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്? ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം. ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാലോ? ഇന്ത്യയിലെ യൂട്യൂബ് തലസ്ഥാനം എന്നറിയപ്പെടുന്ന പ്രദേശം എവിടെയെന്ന് ചോദിച്ചാൽ അത് തുൾസിയാണ്. ഏതാണ്? തുൾസി. തുൾസി എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലെ ഒരു സ്ഥലമാണ്. തുൾസി എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലെ ഒരു സ്ഥലമാണ്. ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി ആരാണ്? വിഷ്ണു ദിയോ സായി അല്ലെ. തുൾസി എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലെ ഒരു സ്ഥലമാണ്. അതാണ് ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എന്നറിയപ്പെടുന്ന പ്രദേശം. അതായത് അവിടെയുള്ള ആൾക്കാർ, അതായത് 1000 പേരുണ്ടെങ്കിൽ 250 പേരും, അതായത് 1/4 ആൾക്കാരും, ആ സ്ഥലത്തുള്ള 1/4 ആൾക്കാർ, 25% ആൾക്കാരും ഏതെങ്കിലും വിധത്തിൽ യൂട്യൂബ് കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ തുൾസിയെ എന്തായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. അതേസമയം എഴുത്തുകാരുടെ ഗ്രാമം, എഴുത്തുകാരുടെ ഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം, ഇന്ത്യയിലെ എഴുത്തുകാരുടെ ഗ്രാമം, ഇന്ത്യാസ് ഫസ്റ്റ് റൈറ്റേഴ്സ് വില്ലേജ് ഏതാണ് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ ആദ്യ എഴുത്തുകാരുടെ ഗ്രാമം ഏതെന്ന് ചോദിച്ചാൽ അത് താനോ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. താനോ എന്ന് പറയുന്ന ഗ്രാമം ഉത്തരാഖണ്ഡിലാണ്. താനോ എന്ന് പറയുന്ന ഗ്രാമം എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിന് അടുത്തുള്ള ഒരു സ്ഥലമാണ് ഏത്? താനോ. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ റൈറ്റേഴ്സ് വില്ലേജ്. അപ്പോൾ ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ തുൾസിയാണ്. തുൾസി എന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഇന്ത്യ സന്ദർശിച്ചിരുന്നു.
അവരുടെ പേര് തുൾസി ഗബ്ബാർഡ് എന്നാണ്. തുൾസി ഗബ്ബാർഡ്. ആരാണ് തുൾസി ഗബ്ബാർഡ്? അമേരിക്കയുടെ ഇന്റലിജൻസ് മേധാവിയാണ്. അമേരിക്കയുടെ ദേശീയ ഇന്റലിജൻസ് മേധാവിയാണ് ആര്? തുൾസി ഗബ്ബാർഡ്. ഒരു വനിതയാണ്. അവർ ഇന്ത്യയിൽ വന്നിരുന്നു, നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ടൊക്കെ ചർച്ച നടത്തിയതാണ്. അപ്പോൾ തുൾസി ഇന്ത്യയിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അതാണ് ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം. താനോ എന്ന് പറയുന്നത് എന്താണ്? താനോ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ റൈറ്റേഴ്സ് വില്ലേജ് ആണ്. അപ്പോൾ അത് ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്സപ്പ് ഗവേണൻസ് ആരംഭിച്ച സർക്കാർ ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്സപ്പ് ഗവേണൻസ്, അതിന് മനമിത്ര എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. മനമിത്ര എന്ന പേരിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്സപ്പ് ഗവേണൻസ് ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മനമിത്ര എന്ന പേരിൽ വാട്സപ്പ് ഗവേണൻസ് ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശിലാണ്. ഇതുപോലെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്, സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള വനിതകൾക്ക് ഒരു ദിവസത്തെ ആർത്തവ അവധി, സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള വനിതകൾക്ക് ഒരു ദിവസത്തെ ആർത്തവ അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒഡീഷയാണ്. ഏതാണ്? ഒഡീഷയാണ്. പോലീസ് സേനയിൽ 33% വനിതാ സംവരണം, പോലീസ് സേനയിൽ 33% വനിതാ സംവരണം ഏർപ്പെടുത്തിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. പോലീസ് സേനയിൽ വനിതകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. അതുപോലെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്, സർക്കാർ സർവീസിൽ 35% വനിതാ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം. സർക്കാർ സർവീസിൽ 35% വനിതാ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഏത് സംസ്ഥാനമാണ്? അത് മധ്യപ്രദേശാണ്. ഏത് സംസ്ഥാനമാണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ആരെന്നറിയാമോ? മോഹൻ യാദവ്. ഇതൊക്കെ പുതിയ മുഖ്യമന്ത്രിമാരാണ്, അപ്പൊ അത് ശ്രദ്ധിച്ചു വയ്ക്കണം. മോഹൻ യാദവ് ആണ് മധ്യപ്രദേശിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് രാജ്യത്തെ ആദ്യത്തെ ഹണി പാർക്ക് എവിടെയാണ് എന്ന് ചോദിച്ചാൽ മഹാബലേശ്വർ. രാജ്യത്തെ ആദ്യത്തെ ഹണി പാർക്ക് എവിടെയാണ്? മഹാബലേശ്വർ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? മഹാബലേശ്വർ മഹാരാഷ്ട്രയിലാണ്. രാജ്യത്തെ ആദ്യത്തെ ഹണി പാർക്ക് അല്ലെ, തേൻ പാർക്ക് എവിടെയെന്ന് ചോദിച്ചാൽ മഹാബലേശ്വർ. അത് എവിടെയാണ്? മഹാരാഷ്ട്ര. അതുപോലെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് രാജ്യത്തെ ആദ്യത്തെ തേൻ ഗ്രാമം, രാജ്യത്തെ ആദ്യത്തെ ഹണി വില്ലേജ്, തേൻ ഗ്രാമം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അത് മനഗഡ് ഗ്രാമം എവിടെ തന്നെയാണ്? മഹാരാഷ്ട്രയിൽ തന്നെയാണ് അല്ലെ. രാജ്യത്തെ ആദ്യത്തെ തേൻ ഗ്രാമം എവിടെയെന്ന് ചോദിച്ചാൽ മനഗഡ് ഗ്രാമം, മഹാരാഷ്ട്ര. അതേസമയം രാജ്യത്തെ ആദ്യത്തെ ഹണി പാർക്ക് എവിടെയെന്ന് ചോദിച്ചാൽ മഹാബലേശ്വർ, മഹാരാഷ്ട്ര. വേറൊരു കാര്യം നമ്മൾ ഇതിൻ്റെ കൂടെ നേരത്തെ പഠിച്ചിരുന്നു, കേരളത്തിലെ ആദ്യത്തെ കൂൺ ഗ്രാമം എവിടെയാണ്? നന്ദിയോട്, തിരുവനന്തപുരം ജില്ല പഠിച്ചിരുന്നു. അപ്പൊ അത് ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം പഠിച്ചിരുന്നു, ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് എവിടെയെന്ന് പഠിച്ചിരുന്നു. ഹണി പാർക്ക് എന്നല്ലേ പറഞ്ഞത്? ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് എവിടെയെന്ന് പഠിച്ചിരുന്നു. ഭരണഘടനാ പാർക്ക് എവിടെയാണ്? അത് പൂനെയിലാണ്. രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് പൂനെ, മഹാരാഷ്ട്ര. ഇനി അത് കഴിഞ്ഞ് അടുത്തൊരു ചോദ്യത്തിലോട്ട് വരാം. വെള്ളക്കടുവകളുടെ പ്രജനന കേന്ദ്രം, രാജ്യത്ത് ആദ്യമായിട്ട് വെള്ളക്കടുവകളുടെ പ്രജനന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലാണ്. രാജ്യത്ത് ആദ്യത്തെ വെള്ളക്കടുവകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രജനന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലെ രേവ എന്ന് പറയുന്ന ജില്ലയിലാണ്. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ വെള്ളക്കടുവകളുടെ പ്രജനന കേന്ദ്രം ഏതാണ് എന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലെ ഏത് സ്ഥലം? രേവ എന്ന് പറയുന്ന ജില്ലയിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോട്ട് വരാം. നമുക്കറിയാം മെറ്റയുടെ കീഴിലാണ് ഫേസ്ബുക്കും വാട്സപ്പും പിന്നെ അത് കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാമും ഒക്കെ വരുന്നത് അല്ലേ. ഈ അടുത്ത കാലത്തായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടീനേജ് അക്കൗണ്ട് ഇന്ത്യയിൽ ആരംഭിച്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? ഈ അടുത്ത കാലത്തായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടീനേജ് അക്കൗണ്ട് ആരംഭിച്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഇൻസ്റ്റാഗ്രാം ആണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട്
ടീനേജ് അക്കൗണ്ട് ആരംഭിച്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇൻസ്റ്റാഗ്രാം. ഇവിടെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്തു വയ്ക്കുക. 2024 ഫ്രാൻസിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട ടെലഗ്രാം ചാനലിന്റെ സ്ഥാപകൻ ആരെന്നറിയാമോ? ടെലഗ്രാം ചാനലിന്റെ സ്ഥാപകനാണ് പാവേൽ ഡുറോവ്. ആരാണ്? പാവേൽ ഡുറോവ്. ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. പാവേൽ ഡുറോവ് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ സ്ഥാപകനാണ് എന്ന് ചോദിച്ചാൽ ടെലഗ്രാമിന്റെ സ്ഥാപകനാണ്. അദ്ദേഹത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങളുണ്ട്. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇന്ത്യയിൽ ഇൻസ്റ്റാഗ്രാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ടീനേജ് അക്കൗണ്ട് ആരംഭിച്ചത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ഫെബ്രുവരി 2 പ്രാധാന്യം എന്താണ്? ലോക തണ്ണീർത്തട ദിനമാണ് അല്ലെ? ലോക തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി 2. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്, റംസാർ കരാർ അല്ലെ? റംസാർ കരാർ ഇറാനിലെ ഈ പറഞ്ഞൊരു സ്ഥലമാണ് റംസാർ. അവിടെ വെച്ച് നടന്ന ഒരു ഈ പറഞ്ഞ മീറ്റിംഗ്, അതിന്റെ ഫലമായിട്ടുണ്ടായ കരാർ, റംസാർ കരാർ. അപ്പോൾ ഫെബ്രുവരി 2 എന്തായിട്ട് ആചരിക്കുന്നു? ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നു. അത് പറയുമ്പോൾ 2025 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണ്? പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് 2025 ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം. ശ്രദ്ധിച്ചു വെക്കണം, ചോദ്യ സാധ്യതയുണ്ട്. വേറൊരു കാര്യം കൂടി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തണ്ണീർത്തട കേന്ദ്രങ്ങളുള്ളത് അല്ലെങ്കിൽ റംസാർ സൈറ്റുകളുള്ളത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ളത് എവിടെയാണ് എന്ന് ചോദിച്ചാലോ തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ കേന്ദ്രങ്ങളുള്ളത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലാണ്. നിലവിൽ ഇന്ത്യയിൽ 80-ലധികം റംസാർ കേന്ദ്രങ്ങളുണ്ട്. അതിൻ്റെ എണ്ണം ഇനിയും കൂടും, അതുകൊണ്ട് കൃത്യമായിട്ടൊരു എണ്ണം ഞാൻ പറയുന്നില്ല. നിലവിൽ 80-ലധികം റംസാർ കേന്ദ്രങ്ങൾ ഇന്ത്യയിലുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കേന്ദ്രങ്ങൾ വരുന്നത് തമിഴ്നാട്ടിലാണ് അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു പേര് കൂടി ഓർത്തു വെക്കുക, ഭൂപേന്ദ്ര യാദവ്. ആരാണ് ഭൂപേന്ദ്ര യാദവ്? കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. നിലവിലെ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് ആര്? ഭൂപേന്ദ്ര യാദവ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. 2025 ഹരിത ബജറ്റ് 2025 ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം. 2025 ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം. ഹരിതം എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൂട്ടുകാർക്ക് അറിയാം. ഞാൻ അതിനകത്തോട്ട് വിശദീകരിക്കാനായിട്ട് വരുന്നില്ല. 2025 ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ്. ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ബീഹാറാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ബീഹാറാണ്. 2025 ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ് അല്ലെ? വേറൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ജാതി സെൻസസ് നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജാതി സെൻസസ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? അതും ബീഹാറാണ്. ആദ്യമായിട്ട് ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനവും ബീഹാറാണ്. ബീഹാറിലെ മുഖ്യമന്ത്രി ആരാണ്? നിതീഷ് കുമാർ. ബീഹാറിലെ മുഖ്യമന്ത്രി ആരാണ്? നിതീഷ് കുമാർ. ഏറ്റവും കൂടുതൽ തവണ ഒരു സംസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയാകുന്ന വ്യക്തി ആര് എന്ന് ചോദിച്ചാലും നിതീഷ് കുമാർ. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി എന്നല്ല, ഏറ്റവും കൂടുതൽ തവണ ഒരു സംസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയാകുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാലും നിതീഷ് കുമാറാണ്. അപ്പം ബീഹാറാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജാതി സെൻസസ് നടപ്പിലാക്കിയ സംസ്ഥാനം, ഇന്ത്യയിൽ ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് 2025-2026 കേന്ദ്ര ബജറ്റിലോട്ട് വരാം. 2025-2026 കേന്ദ്ര ബജറ്റ് അല്ലെ? നമ്മുടെ ധനകാര്യമന്ത്രി ആരാണ്? കേന്ദ്ര ധനകാര്യമന്ത്രി, കേരളത്തിലെ ധനകാര്യമന്ത്രിയെ നമ്മൾ പരിചയപ്പെട്ടു, KN ബാലഗോപാൽ. കേന്ദ്രത്തിലെ ധനകാര്യമന്ത്രി ആരാണ്? അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിർമ്മല സീതാരാമനാണ് അല്ലെ? നിർമ്മല സീതാരാമന്റെ 8ാമത്തെ ബജറ്റ് ആയിരുന്നു ഇത്തവണത്തെ ബജറ്റ്. 8ാമത്തെ ബജറ്റ് എന്ന് പറയുമ്പോൾ തുടർച്ചയായ 8ാമത്തെ ബജറ്റ്. ഇങ്ങനെ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ തവണ തുടർച്ചയായിട്ട് ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. ഇതിനു മുമ്പ് അങ്ങനെ ആരും ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് മൊറാർജി ദേശായി ആണ് അല്ലെ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് മൊറാർജി ദേശായി ആണ്. പക്ഷെ തുടർച്ചയായി 8 തവണ ബജറ്റ് അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഇനി ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, നിർമ്മല സീതാരാമൻ. നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട്, കേന്ദ്രത്തിൽ ആദ്യമായിട്ട്
കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമനാണ്. കേരളത്തിലെ ധനകാര്യമന്ത്രിയുടെ കാര്യം പറയുമ്പോൾ അത് കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ചത് KN ബാലഗോപാലാണ്. പക്ഷേ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിമാരുടെ ചരിത്രത്തിൽ നോക്കുമ്പോൾ ആദ്യമായിട്ട് കടലാസ് രഹിത കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ്. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത കൂടി അവർക്കുണ്ട്. ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ്, ഈ കേന്ദ്ര ബജറ്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നതും ആരാണ്? നിർമ്മല സീതാരാമനാണ്. ഇപ്പോൾ ഒരു പുതിയ റെക്കോർഡ് കൂടി വന്നു. എന്താണ് ആ റെക്കോർഡ്? തുടർച്ചയായിട്ട് 8 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി എന്നുള്ള റെക്കോർഡാണ് ഇപ്പോൾ ഉള്ളത്. 8 ബജറ്റ് അല്ലെ. അപ്പൊ ഈ പറഞ്ഞ 2025-2026 കേന്ദ്ര ബജറ്റ് അതിൻ്റെ പ്രമേയം എന്ത് എന്ന് കൂടി മനസ്സിലാക്കി വെക്കണം. 2025-2026 കേന്ദ്ര ബജറ്റിന്റെ പ്രമേയം എന്ത് എന്ന് ചോദിച്ചാൽ സബ്കാ വികാസ് എന്നുള്ളതാണ്. എന്താണ്? സബ്കാ വികാസ് അല്ലെ. 2025 റിപ്പബ്ലിക് ദിനം അതിനൊരു പ്രമേയം ഉണ്ടായിരുന്നു, സുവർണ ഭാരത്. 2024 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയം വികസിത ഭാരത്. ഇപ്പോൾ ഇതിന്റെ പ്രമേയം എന്താണ്? നമ്മുടെ ഈ കേന്ദ്ര ബജറ്റിന്റെ 2025-2026 പ്രമേയം സബ്കാ വികാസ് എന്നുള്ളതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ 2025-2026 കേന്ദ്ര ബജറ്റ് നോക്കുമ്പോൾ അതിൽ ഹൈലൈറ്റ് പ്രധാനപ്പെട്ട പോയിന്റുകളിലോട്ട് വരാം. മക്കാന ബോർഡ് ഈ പറഞ്ഞ ബജറ്റിൽ നിർദ്ദേശിക്കുന്നു. മക്കാന ബോർഡ്. മക്കാന എന്ന് പറഞ്ഞാൽ താമരവിത്ത്, ഒരു തരം താമരവിത്താണ്. അതിൻ്റെ ഉൽപാദനം, അതിൻ്റെ വിതരണം, അതിൻ്റെ സംസ്കരണം, അതുമായി ബന്ധപ്പെട്ട ഒരു ബോർഡ് മക്കാന ബോർഡ്. അപ്പോൾ 2025-2026 മക്കാന ബോർഡ് എന്ത് ചെയ്യുന്നു? പ്രഖ്യാപിക്കുന്നു, ബജറ്റിൽ പ്രഖ്യാപിക്കുന്നു. ഇത് വരുന്നത് എവിടെയാണ്? മക്കാന ബോർഡ് വരുന്നത് എവിടെയാണ്? ബീഹാറിലാണ്. അപ്പോൾ 2025-2026 പ്രഖ്യാപിച്ച കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച മക്കാന ബോർഡ് നിലവിൽ വരുന്നത് എവിടെയാണ്? ബീഹാറിലാണ് അല്ലെ. ദേശീയ മഞ്ഞൾ ബോർഡ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ദേശീയ മഞ്ഞൾ ബോർഡ് നിലവിൽ വന്നത് എവിടെയാണ്? തെലങ്കാനയിലാണ്. ദേശീയ മഞ്ഞൾ ബോർഡ് നിലവിൽ വന്നത് തെലങ്കാനയിലാണ്. അതിൻ്റെ ആസ്ഥാനം നിസാമാബാദ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മക്കാന ബോർഡ് എവിടെ വന്നു? ബീഹാർ വന്നു ബജറ്റിന്റെ ഫലമായിട്ട് അല്ലെ, അല്ലെങ്കിൽ വരുന്നത് ബീഹാറിലാണ്. അപ്പൊ അത് ഓർത്തു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ബജറ്റിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒരു വർഷം 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരെ, ഒരു വർഷം 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കി. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കി. അതൊരു വലിയ കാര്യമാണ്. ഇന്ത്യയിൽ ഒരുപാട് മിഡിൽ ക്ലാസ് ആൾക്കാരുണ്ട്, ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. അവർക്കൊക്കെ ഇതിൻ്റെ ഗുണം കിട്ടും. അപ്പോൾ 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ് ബജറ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ബജറ്റിൽ രാജ്യത്തിൻ്റെ വികാസത്തിന് വേണ്ടിയിട്ട്, രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് 4 എഞ്ചിനുകളുണ്ട് എന്ന് ആര് പറയുന്നു? നിർമ്മല സീതാരാമൻ പറയുന്നു. രാജ്യത്തിൻ്റെ വികസനത്തിന് 4 എഞ്ചിനുകളുണ്ട് എന്ന് നിർമ്മല സീതാരാമൻ പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ എഞ്ചിനായിട്ട്, രാജ്യത്തിൻ്റെ വികസനത്തിനുള്ള 4 എഞ്ചിനുകളിൽ ആദ്യത്തെ എഞ്ചിനായിട്ട് അവർ പറയുന്നത് കൃഷിയാണ്. ഏതാണ്? കൃഷിയുടെ വികാസം അല്ലെ. അപ്പോൾ ഈ 2025-26 കേന്ദ്ര ബജറ്റിൽ രാജ്യവികസനത്തിനായിട്ടുള്ള 4 എഞ്ചിനുകൾ എന്നുള്ള അവരുടെ പരാമർശം, അതിൽ ആദ്യത്തെ എഞ്ചിനായിട്ട് അവർ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? കൃഷിയാണ്, കൃഷിയുടെ വികാസത്തെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എഞ്ചിനായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ചെറുകിട സംരംഭങ്ങളെയാണ്. ചെറുകിട സംരംഭങ്ങൾ അത് കൂടുതൽ വികസിച്ചാൽ മാത്രമേ രാജ്യത്ത് വികാസം ഉണ്ടാവൂ, രാജ്യത്ത് വികസനം ഉണ്ടാവൂ. MSME എന്ന് പറയും, ചെറുകിട സംരംഭങ്ങൾ. രണ്ടാമത്തെ എഞ്ചിനായിട്ട് പറയുന്നത് MSME ആണ്. മൂന്നാമത്തെ എഞ്ചിൻ എന്ന് പറയുന്നത് നിക്ഷേപമാണ്. രാജ്യത്ത് ഒരുപാട് നിക്ഷേപങ്ങൾ ഉണ്ടാവണം, നിക്ഷേപമാണ്. നാലാമത്തെ എഞ്ചിനായിട്ട് പറയുന്നത് കയറ്റുമതിയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കയറ്റുമതി ചെയ്ത് ഈ പറഞ്ഞ വിദേശ നാണ്യം നേടാനായിട്ട് പറ്റണം അല്ലെ. അപ്പോൾ ഈ പറഞ്ഞ 4 എഞ്ചിൻ. അപ്പോൾ 2025-26 കേന്ദ്ര ബജറ്റിൽ നിർമ്മല സീതാരാമൻ പരാമർശിച്ച 4 എഞ്ചിനുകൾ ഏത്? അതിൽ ആദ്യത്തെ എഞ്ചിൻ കൃഷിയുടെ വികാസം, രണ്ടാമത്തെ എഞ്ചിൻ MSMEയുടെ അതായത് ചെറുകിട സംരംഭങ്ങളുടെ ഈ പറഞ്ഞ വികാസം അല്ലെങ്കിൽ ചെറുകിട സംരംഭങ്ങളുടെ ആവശ്യകത, പിന്നെ അത് കഴിഞ്ഞിട്ട് നിക്ഷേപം, പിന്നെ അത് കഴിഞ്ഞിട്ട് കയറ്റുമതി. അപ്പൊ അത് ഓർത്തു വെക്കണം. ഇവിടെ ചെറുകിട സംരംഭങ്ങൾ എന്ന് പറഞ്ഞല്ലോ, ചെറുകിട സംരംഭങ്ങളുടെ രജിസ്ട്രേഷന് വേണ്ടി
വേണ്ടിയിട്ട് ഈ അടുത്ത കാലത്ത് ഒരു പോർട്ടൽ നിലവിൽ വന്നു. ആ പോർട്ടലിന്റെ പേരെന്ത് എന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഉദ്യം പോർട്ടൽ. ഏതാണ്? ഉദ്യം പോർട്ടൽ. ചെറുകിട സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ രജിസ്ട്രേഷൻ എളുപ്പമാക്കുന്നതിന് വേണ്ടി വന്ന ഒരു പോർട്ടലാണ് ഉദ്യം പോർട്ടൽ അല്ലെങ്കിൽ ഉദ്യം രജിസ്ട്രേഷൻ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ബജറ്റിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, കിസാൻ ക്രെഡിറ്റ് കാർഡ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി 5 ലക്ഷം രൂപ വരെ എന്ത് പറ്റും? ഈ പറഞ്ഞ ക്രെഡിറ്റ് നേടാനായിട്ട് പറ്റും. കർഷകർക്ക് കാർഷിക ഉപകരണങ്ങൾ, വിത്തുകൾ, വളം ഇവയൊക്കെ വാങ്ങുന്നതിന് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗപ്പെടുത്താം. അപ്പോൾ അതുവഴി വാങ്ങാൻ പറ്റുന്നത് 5 ലക്ഷം രൂപ വരെ കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ പരിധി ഉയർത്തി. അതായത് നേരത്തെ 3 ലക്ഷം രൂപ വരെ ഈ പറഞ്ഞ ക്രെഡിറ്റ് കിട്ടുമായിരുന്നുള്ളൂ. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ പരിധി എത്രയായിട്ട് ഉയർത്തി? 5 ലക്ഷം വരെ ആയിട്ട് ഉയർത്തി. അപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി ക്രെഡിറ്റ് ലഭിക്കുന്നത് എത്രയാക്കി? ഇപ്പോൾ 5 ലക്ഷമാക്കി. 5 ലക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. ആ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് ആയുഷ്മാൻ ഭാരത്. ആയുഷ്മാൻ ഭാരത്. ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന പദ്ധതിയിൽ അംഗമാകാൻ പറ്റും. ആർക്ക്? 70 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ചേരുന്നവർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള ആരോഗ്യ പരിരക്ഷ. എത്ര ലക്ഷം രൂപ വരെയുള്ള? 5 ലക്ഷം രൂപ വരെയുള്ള ആരോഗ്യ പരിരക്ഷ ലഭിക്കും. അപ്പോൾ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകണമെങ്കിൽ എത്ര വയസ്സാകണം? 70 വയസ്സിന് മുകളിൽ വേണം. എത്ര ലക്ഷം രൂപ വരെയുള്ള പരിരക്ഷ കിട്ടും? 5 ലക്ഷം രൂപ വരെയുള്ള പരിരക്ഷ കിട്ടും. കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി എത്ര ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് കിട്ടും? 5 ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് കിട്ടും. അപ്പം അത് ഓർത്ത് വയ്ക്കുക. ഇനി അവിടെ ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ അല്ലെ. ഇപ്പൊ എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഒരു പേര് നിർദ്ദേശിച്ചിരുന്നു. ആ പേരാണ് ഏത്? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. നിങ്ങളുടെ വീടിനടുത്ത് എവിടെയെങ്കിലും ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉണ്ടെങ്കിൽ അവിടെ നോക്കിയാൽ ഈ പേര് ഇപ്പോൾ കാണാനായിട്ട് പറ്റും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന പേര് ഇപ്പോൾ കൊടുക്കാൻ പറ്റൂല. പകരം കേന്ദ്ര സർക്കാർ പറഞ്ഞ പേര് കൊടുക്കണം, ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. ആദ്യം കേരളം എതിർത്തു. അപ്പോൾ കേന്ദ്രം പറഞ്ഞു ശരി നിങ്ങൾ ആ പേര് വെച്ചോളൂ, പക്ഷെ ഞങ്ങൾ ഫണ്ടൊന്നും തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ കേരള സർക്കാർ എന്ത് ചെയ്തു? പേര് മാറ്റി, ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. അപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പുതിയ പേരെന്താണ്? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കേന്ദ്ര ബജറ്റ് 2025-2026 ഒരു പദ്ധതിയെ കുറിച്ച് പറയുന്നുണ്ട്, ഉഡാൻ 2.0. ഉഡാൻ 2.0. ഉഡാൻ എന്ന് പറയുന്ന ഒരു ഹിന്ദി വാക്കാണ്. ഉഡാൻ എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ പറക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് ഹിന്ദിയിലുള്ളത്. അപ്പോൾ ഉഡാൻ 2.0 പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ രാജ്യത്തിലെ വിവിധ പ്രദേശങ്ങളെ കൂടുതൽ വിമാനത്താവളങ്ങൾ നൽകി ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് കൂടുതൽ വിമാനത്താവളങ്ങൾ ഉണ്ടാക്കി രാജ്യത്തിലെ വിവിധ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഫോക്കസ് ചെയ്യപ്പെടേണ്ടത് ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ വിമാനത്താവളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും ഈ ബജറ്റിൽ നിർദ്ദേശിക്കുന്നുണ്ട്. അതാണ് ഉഡാൻ 2.0 പദ്ധതി. അപ്പം അത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള സൈനിക അഭ്യാസം. ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം. അതിന് നൽകിയിരിക്കുന്ന പേരാണ് ഏത്? യക്കുവെറിൻ. എന്താണ്? യക്കുവെറിൻ. അപ്പൊ യക്കുവെറിൻ എന്ന് പറയുന്ന സൈനിക അഭ്യാസം, സംയുക്ത സൈനിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് യക്കുവെറിൻ. അതുപോലെ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന് ഒരു പേരുണ്ട്, ധർമ്മ ഗാർഡിയൻ. പഠിക്കാൻ മടിക്കരുത്, കാരണം ഇതെല്ലാ കൊല്ലവും നടക്കുന്ന സൈനിക അഭ്യാസമാണ്. അപ്പോഴെല്ലാം പേര് ഇത് തന്നെയാണ്. അപ്പോൾ അടുത്ത കൊല്ലവും അതിൻ്റെ അടുത്ത കൊല്ലവും ഒക്കെ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ഈ പേര് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ യക്കുവെറിൻ എന്ന് പറയുന്നത് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്. ധർമ്മ ഗാർഡിയൻ എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യയും ജപ്പാനും തമ്മിലാണ് എന്ന് ഓർത്തുകൊള്ളണം. ഇനി അത് കഴിഞ്ഞിട്ട് മൈത്രി.
മൈത്രി. മൈത്രി എന്ന് പറയുന്ന സംയുക്ത സൈനിക അഭ്യാസം, ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് മൈത്രി. കാണാതെ പഠിക്കണം. മൈത്രി, ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം മൈത്രി. അതേസമയം മിത്രശക്തി. മിത്രശക്തി എന്ന് പറയുന്നത് നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള ശ്രീലങ്കയുമായിട്ടുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്. മിത്രശക്തി ശ്രീലങ്കയുമായിട്ടുള്ള ഇന്ത്യയുടെ സൈനിക അഭ്യാസമാണ് ഏത്? മിത്രശക്തി. അതേസമയം ഹരിമൗ ശക്തി, ഉദരശക്തി എന്നിങ്ങനെയുള്ള ഈ പറഞ്ഞ സൈനികാഭ്യാസങ്ങൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള സൈനികാഭ്യാസമാണ്. ഹരിമൗ ശക്തി, ഉദര ശക്തി. അതിൽ ഉദരശക്തി വായുസേനകൾ തമ്മിലുള്ള സൈനികാഭ്യാസമാണ്. അതായത് ഇന്ത്യയുടെയും മലേഷ്യയുടെയും വായുസേനകൾ തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് ഉദരശക്തി. ഹരിമൗ ശക്തി എന്ന് പറയുമ്പോൾ ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള കരസൈന്യങ്ങൾ തമ്മിലുള്ള എന്താണ്? സംയുക്ത സൈനികാഭ്യാസമാണ് ഹരിമൗ ശക്തി. അപ്പോൾ ഹരിമൗ ശക്തിയും ഉദരശക്തിയും ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതാണ്? ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ളതാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം, കാണാതെ പഠിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2024 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ആയിട്ട് തെരഞ്ഞെടുത്തത് ആരാണ്? 2024 BBC എന്ന് പറയുമ്പോൾ അറിയാലോ, ലോകത്തറിയപ്പെടുന്ന ഒരു വാർത്താ സംരംഭമാണ് BBC. അപ്പോൾ 2024 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ആയിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ് എന്ന് ചോദിച്ചാൽ മനു ഭാക്കറിനെയാണ്. ആരെയാണ്? മനു ഭാക്കർ. ആരാണ് മനു ഭാക്കർ എന്ന് നിങ്ങൾക്ക് അറിയാം. 2024 ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യം മെഡൽ നേടിയത് മനു ഭാക്കറാണ്, ഷൂട്ടിംഗ് താരം. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് മെഡൽ നേടിയത് മനു ഭാക്കർ എന്ന് പറയുന്ന വനിതാ ഷൂട്ടിംഗ് താരമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, മനു ഭാക്കറിന് 2024 ഒളിമ്പിക്സിൽ 2 മെഡലുകൾ ലഭിച്ചിട്ടുണ്ട്. മനു ഭാക്കറിന് 2024 ഒളിമ്പിക്സിൽ 2 മെഡലുകൾ. ആദ്യമായിട്ടാണ് സ്വതന്ത്ര ഭാരതത്തിൽ ഒരു ഒളിമ്പിക്സിൽ ഒരു വ്യക്തിക്ക് 2 മെഡലുകൾ ലഭിക്കുന്നത്. ആർക്കാണ്? മനു ഭാക്കറിനാണ്. 2ഉം ഷൂട്ടിങ്ങിലാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ 2024 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ആയിട്ട് തിരഞ്ഞെടുത്തത് ആരെയും ചോദിച്ചാൽ മനു ഭാക്കറിനെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കൗതുക വാർത്തയിലോട്ടാണ്. ചൈന കൃത്രിമ സൂര്യനെ സൃഷ്ടിച്ചു. ചൈന പരീക്ഷണങ്ങളിലൂടെ ഒരു കൃത്രിമ സൂര്യനെ സൃഷ്ടിച്ചു. ആ സൂര്യന് കൊടുത്ത പേരാണ് ഈസ്റ്റ്. ഏതാണ്? ഈസ്റ്റ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുക ഇങ്ങനെയായിരിക്കും, ഏത് രാജ്യമാണ് ഈ അടുത്ത കാലത്ത് പരീക്ഷണങ്ങളിലൂടെ ഈസ്റ്റ് എന്ന കൃത്രിമ സൂര്യനെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ ചൈനയാണ്, അല്ലേ? അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കുക. ഇപ്പോൾ സൂര്യൻ ഭാവിയിൽ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ, അതിൻ്റെ കാലം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തയൊക്കെ മനുഷ്യർക്കുണ്ട്. അപ്പോൾ ചൈന ഇപ്പോഴേ ചിന്തിക്കുകയാണ് കൃത്രിമ സൂര്യനെ ഉണ്ടാക്കാൻ. അപ്പോൾ അതിനു വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ അവർ അവിടെ നടക്കുന്നു. അതിപ്പം നമ്മുടെ സാധാരണ സൂര്യന് എത്ര ഊഷ്മാവാണുള്ളത്? അതിൻ്റെ 10 മടങ്ങ് ഊഷ്മാവുള്ള സൂര്യനെയാണ് അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഏത്? ഈസ്റ്റ് എന്നുള്ള പേര്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഡീപ് സീക്ക് ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു AI മോഡലാണ്, നിർമ്മിത ബുദ്ധി മോഡലാണ്. ഏത്? ഡീപ് സീക്ക്. ഡീപ് സീക്ക് എന്ന് പറയുന്ന AI മോഡൽ വികസിപ്പിച്ചത് ഏത് രാജ്യമാണ് എന്ന് ചോദിച്ചാൽ അതും ചൈനയാണ്. അതായത് ഇപ്പോൾ ഉള്ള AI മോഡലിലെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള AI മോഡൽ എന്നുള്ള ഒരു ഖ്യാതി ഇതിനോടകം ഡീപ് സീക്ക് നേടിയിട്ടുണ്ട്. അപ്പോൾ ഡീപ് സീക്ക് എന്ന് പറയുന്നത് ഏത് രാജ്യം വികസിപ്പിച്ച AI മോഡലാണ് എന്ന് ചോദിച്ചാൽ ചൈന വികസിപ്പിച്ച AI മോഡലാണ്. കുറച്ചു കാലത്തിന് മുമ്പ് അമേരിക്കയിൽ ഓപ്പൺ AI എന്ന് പറയുന്ന ഒരു ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ച ഒരു ഈ പറഞ്ഞ AI മോഡൽ ഉണ്ടായിരുന്നു. ഏതാണ്? ചാറ്റ് GPT. ഇപ്പോഴും ഉണ്ട് ചാറ്റ് GPT, അല്ലെ? ചാറ്റ് GPT എന്ന് പറയുന്നത് അമേരിക്കൻ AI മോഡലാണ്. അതാണ് മികച്ചതെന്ന് കരുതിയിരുന്നത്. പക്ഷെ അതിനെ വെല്ലുവിളിക്കുന്ന ഒരു ഈ പറഞ്ഞ AI മോഡല് ചൈന വികസിപ്പിച്ചെടുത്തു. അതിൻ്റെ പേരാണ് ഏത്? ഡീപ് സീക്ക്. ഓർത്ത് വയ്ക്കുക. ഇന്ത്യയും ഒരു AI മോഡൽ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. ഇന്ത്യ വികസിപ്പിച്ചാൽ അതിനകത്തൊരു റെക്കോർഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വളരെ കുറഞ്ഞ ചെലവിൽ ഏറ്റവും മികച്ച ഒരു ഈ പറഞ്ഞ AI മോഡൽ വികസിപ്പിച്ച രാജ്യം എന്നൊരു പ്രത്യേകത ഭാവിയിൽ ഇന്ത്യക്ക് വന്നേക്കാം. അപ്പോൾ എന്തായാലും ഡീപ് സീക്ക് ചൈനയുടെ AI മോഡലാണ്. ചാറ്റ് GPT ആരുടെ? അമേരിക്കയുടെ AI മോഡലാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇലോൺ മസ്കും ഒരു AI മോഡൽ വികസിപ്പിക്കുന്നുണ്ട്. അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഗ്രോക്ക്
3. അപ്പം ഗ്രോക്ക് 3 ആരുടെ AI മോഡലാണ്? എലോൺ മസ്കിന്റെ കമ്പനിയുടെ ഈ പറഞ്ഞ AI മോഡലാണ് ഗ്രോക്ക് 3. ശരി, അപ്പൊ നമ്മൾ നിർമ്മിത ബുദ്ധിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞ ഒരു ആക്ഷൻ സമ്മിറ്റ്, AI ആക്ഷൻ സമ്മിറ്റ് 2025 നടന്നു. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട് AI ആക്ഷൻ സമ്മിറ്റ് 2025 നടന്നു. നമ്മുടെ പ്രധാനമന്ത്രി അതിൽ പങ്കെടുത്തു. വളരെ നല്ലൊരു പ്രസംഗമൊക്കെ കാഴ്ചവെച്ച് ഒരുപാട് കയ്യടിയൊക്കെ നേടിയതാണ്. അതെവിടെ വെച്ച് എന്ന് ചോദിച്ചാൽ ഫ്രാൻസിൽ വെച്ചാണ്. അപ്പോൾ 2025 AI ആക്ഷൻ സമ്മിറ്റ് നടന്നത് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ ഫ്രാൻസിൽ വെച്ചിട്ടാണ്. അത് ഓർത്തു വയ്ക്കണം. ആ സമയത്ത് നമ്മുടെ ഫ്രഞ്ച് ഈ പറഞ്ഞ പ്രസിഡന്റുമായിട്ടൊക്കെ ഒരുപാട് സംസാരിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി മക്രോണുമായിട്ടൊക്കെ ഒരുപാട് സംസാരിച്ചതിന് ശേഷമാണ് അമേരിക്കയിലോട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പോയത്, ട്രംപിനെ കാണാനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പോയത്. അതിന് ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സമ്മിറ്റ് അല്ലെങ്കിൽ ആ പറഞ്ഞ AI ആക്ഷൻ സമ്മിറ്റ് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്, ശ്രദ്ധിച്ചു വയ്ക്കണം. അപ്പോൾ AI ആക്ഷൻ സമ്മിറ്റ് 2025 നടന്നത് ഇവിടെ വെച്ചാണ്? ഫ്രാൻസിൽ വെച്ചിട്ടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 2025 ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് രാജ്യത്തെയാണ്? 2025 ലോകാരോഗ്യ സംഘടന ഒരു രാജ്യത്തെ മലേറിയ മുക്തമായിട്ട് പ്രഖ്യാപിച്ചു. ഏത് രാജ്യത്തെയാണ് എന്ന് ചോദിച്ചാൽ ജോർജിയയാണ്. ഏത് രാജ്യത്തെയാണ്? ജോർജിയയാണ്. പക്ഷേ കുറച്ചുകൂടി നല്ല ചോദ്യം, 2025 ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറിയ രാജ്യമേത്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, അത് USA ആണ്. USA ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ കൗൺസിലിൽ നിന്നും UNHRC എന്ന് യുണൈറ്റഡ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൽ നിന്നും പിന്മാറിയിരുന്നു എന്ന കാര്യം കൂടി അവിടെ ഓർത്തു വയ്ക്കുക. അപ്പോൾ 2025 ഫെബ്രുവരി മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. എല്ലാ കാര്യങ്ങളും ഈ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ വേണ്ടതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിന് കൂടാതെയുള്ള കാര്യങ്ങൾ നോട്ടായിട്ട് ലഭിക്കുന്നതാണ്. അത് നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. അടുത്ത ക്ലാസ് വീണ്ടും കാണാം. നന്ദി.